മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ഓണപരീക്ഷയിൽ വളരെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളിൽ ഒന്നാണ് കൽബിലെ നിലാവ് എന്ന് പറയുന്ന നമ്മളുടെ ചാപ്റ്റർ. സെക്കൻഡ് ചാപ്റ്റർ ആണ്. ആദ്യത്തെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു പാഠഭാഗം എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിയാണ്ട് എന്താ, ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു പാഠഭാഗത്തിന്റെ സവിശേഷതകള് എന്തൊക്കെയാണ് പരീക്ഷയ്ക്ക് ഈ ഭാഗത്ത് നമ്മളോട് ചോദിക്കുക. ഈ പാഠഭാഗത്തെ ഒന്ന് പരിചയപ്പെടുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. വളരെ അല്ലെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഈ പാഠം പഠിക്കുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്താണ് പാഠഭാഗത്തിന്റെ പേര്? ഖൽബിലെ നിലാവ്. ഇതൊരു പ്രണയഗാനമാണ് കേട്ടോ. വളരെ മനോഹരമായൊരു പ്രണയഗാനമാണ് ഖൽബിലെ നിലാവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ KT മുഹമ്മദ് എന്ന് പറയുന്ന മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട അല്ലെ സാഹിത്യകാരന്മാരിൽ ഒരാളായിട്ടുള്ള ആളാണ് KT മുഹമ്മദ്. 1927 മഞ്ചേരിയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. നാടകകൃത്ത്, സിനിമാ സംവിധായകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിലൊക്കെ പ്രസക്തനാണ് KT മുഹമ്മദ്. എങ്കിലും അദ്ദേഹം ഏറ്റവും കൂടുതൽ എവിടെയാണ്? നാടകത്തിലാണ് കേട്ടോ. നാടക മേഖലയിലാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സാഹിത്യ സവിശേഷതകളും അദ്ദേഹത്തിന്റെ എന്താ പറയാ ജീവിതം എന്ന് പറയുന്നത് നാടകം ആയിരുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പൊ മലപ്പുറത്തെ മഞ്ചേരിയിലാണ് അദ്ദേഹം ജനിച്ചതെന്ന് പറഞ്ഞു. 1952 ഓൾ ഇന്ത്യ ഷോർട്ട് ഫിലിം മത്സരത്തില് ഫിലിം മത്സരത്തിൽ കണ്ണുകൾ എന്ന രചനയ്ക്കാണ് അദ്ദേഹത്തിന് 1ാം സ്ഥാനം ലഭിക്കുന്നുണ്ടായിരുന്നു. 1949 അദ്ദേഹത്തിന്റെ ആദ്യ നാടകം ഊരും പേരും എന്ന് പറയുന്ന നാടകം. 40-ലധികം നാടകങ്ങൾ എന്താണ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. 1953 ഉണ്ടായിട്ടുള്ള നാടകമാണ് ഇത് ഭൂമിയാണെന്ന് പറയുന്ന നാടകം. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാടകം. പിന്നീട് കഥാസമാഹാരങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലെ, ഒരുപാട് നാടകങ്ങള്, നോവലുകളൊക്കെ എന്താണ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ മലയാള സിനിമയിലും വളരെ ശ്രദ്ധേയമായിട്ടുള്ള സാന്നിധ്യമായിരുന്നു ഇത് ഭൂമിയാണെന്ന് പറയുന്ന പ്രസക്തമായിട്ടുള്ള നാടകം അല്ലെ. ആ നാടകത്തെ കുറിച്ച് തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. 2008 മാർച്ച് 25 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? മരണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് KT മുഹമ്മദിനെ കുറിച്ച് നമ്മളൊന്ന് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മളൊന്ന് പഠിച്ചു വെക്കേണ്ടത്. ഓരോ പാഠഭാഗങ്ങൾ പഠിക്കുമ്പോഴും അത് എഴുതിയ എഴുത്തുകാരെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് നിർബന്ധമാണ് എന്ന് ഞാൻ പറയണ്ടല്ലോ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മളുടെ ചോദ്യങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്താൻ കൂടെ മറന്നു പോകരുത്. ഓക്കെ, ഇപ്പൊ essay ചോദ്യങ്ങളാണെങ്കിൽ പോലും നേരിട്ട് പാഠഭാഗമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കില്ല 7 മാർക്കിന്റെ ചോദ്യങ്ങൾ ചോദിക്കുക അല്ലെ. അപ്പൊ അത് പുറത്തുള്ള സംഭവങ്ങളായിട്ടൊക്കെ കൂട്ടിക്കലർത്തിയിട്ടായിരിക്കും ചോദിക്കുക. ചിലപ്പോൾ പാഠത്തിന്റെ പേരെ മെൻഷൻ ചെയ്യണമെന്നില്ല. പക്ഷെ നമുക്ക് അതിലെ വിഷയം ഇപ്പൊ പാരിസ്ഥിതിക പ്രശ്നമാണ് പറയുന്നെങ്കിൽ നമുക്ക് ഓൾറെഡി എന്ത് ചെയ്യാം, നമുക്കറിയാം ഏത് പാഠമാണ് അല്ലെ. നമ്മളുടെ പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന് പറയുന്ന നാടകവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമുക്ക് ഊഹിക്കാം അല്ലെ. ഇപ്പൊ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് നമുക്ക് essay ചോദിക്കുന്നെങ്കിൽ അത് ഏത് പാഠവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമുക്ക് ഊഹിക്കാം. നമ്മുടെ ചിത്രകാരി എന്ന് പറയുന്ന കഥയുമായിട്ട് നമുക്ക് ഊഹിക്കാം അല്ലെ. അപ്പൊ ഇങ്ങനെ ഓരോ എന്താ പറയാ പാഠഭാഗത്തെയും എന്താ പറയാ നേരിട്ട് ബന്ധമില്ലെങ്കിലും ചോദ്യം എന്ത് ചെയ്യാണ് അത് അല്ലെ, അത് ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കും 7 മാർക്കിനൊക്കെയുള്ള ചോദ്യങ്ങളിൽ എഴുത്തുകാരെ സൂചിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാഠഭാഗം സൂചിപ്പിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ ഇത് ഖൽബിലെ നിലാവ് എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി? ഇതൊരു നാടക ഗാനമാണ് അല്ലെ. നമ്മൾ കവിത പഠിച്ചിട്ടുണ്ട്, നോവൽ പഠിച്ചിട്ടുണ്ട്, കഥ, ലേഖനം, ഉപന്യാസം, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മളൊരു നാടക ഗാനം നമ്മൾ പഠിക്കുന്നത് അല്ലെ. ആലോചിച്ച് നോക്കൂ. അപ്പൊ ഒരു നാടക ഗാനം എന്തൊക്കെയായിരിക്കും അത് ചോദിക്കുക. എന്താ നാടക ഗാനം പഠിക്കുന്നത് അല്ലെ. നാടകഗാനം, ഗാനം എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഒരു മലയാള സാഹിത്യത്തിന്റെ ഏറ്റവും ആദ്യകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു സാഹിത്യ പ്രസ്ഥാനമാണ് നാടകഗാനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മറ്റു ഭാഷയിൽ മറ്റു സാഹിത്യ രൂപങ്ങളൊക്കെ എന്താ പറയാ ഉൾപ്പെടുന്നതിന് മുൻപ് അല്ലെ ആദ്യം എന്താണ് ഉണ്ടായിട്ടുള്ള ഒരു ഗാനശാഖയാണ്, ആവിർഭവിച്ചവയാണ് ഗാനങ്ങൾ നമുക്ക് പറയാം. ഇപ്പൊ നാടൻ പാട്ടുകള്, അപ്പോൾ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ആയി ബന്ധപ്പെടുന്ന പാട്ടുകള്, ഇപ്പൊ കൊയ്ത്തുപാട്ട്, വലിയ വടക്കൻ പാട്ട്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പാട്ടുകൾ നമുക്കുണ്ട് അല്ലെ. അധ്വാനം, വിനോദം, ചരിത്രവുമായി ബന്ധപ്പെട്ട വീരഗാനങ്ങൾ, ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ എന്താണ് നമ്മളുടെ പാട്ടുകൾ അല്ലെ. സമസ്ത എല്ലാ മേഖലയിലും എന്താണ് പാട്ടുകൾ നമുക്ക് കാണാന്നുള്ളതാണ്. അതേപോലെ പ്രാദേശികത, ഓരോ പ്രദേശത്തിന്റെയും അല്ലെ ആ രീതിയിലുള്ളത്, വൈകാരികമായിട്ടുള്ള പാട്ടുകള്, സംഘബോധം, പ്രകൃതിബോധം അല്ലെ, ഇതൊക്കെ എന്താണ് നമ്മുടെ നാടോടി ഗാന പാരമ്പര്യത്തിന്റെ അടിസ്ഥാന ഘടകമാണെന്ന് നമുക്ക് പറയാം. പൂടുക്കുപാട്ട്, നന്ദുണിപ്പാട്ട്, കൊയ്ത്തുപാട്ട്, കൈകൊട്ടി കളിപ്പാട്ട്, തുമ്പിതുള്ളൽ പാട്ട്, പിന്നെ എന്താണ് താരാട്ടുപാട്ട് അല്ലെ, ഊഞ്ഞാൽപ്പാട്ട്, വഞ്ചിപ്പാട്ട്, നാടകഗാനം, സിനിമാ ഗാനം, ഇതൊക്കെ മാപ്പിളപ്പാട്ടുകള് അല്ലെ. അപ്പൊ ഇങ്ങനെ വൈവിധ്യമാർന്ന രീതിയിൽ എന്താണ് പ്രാദേശികതയും സംഘബോധവും ഒക്കെ ചേർത്തുകൊണ്ടിട്ടുള്ള പാട്ട്, ആ ഒരു പാട്ട് സാഹിത്യം നേരത്തെ തന്നെ എവിടെയുണ്ട്? നമ്മുടെ മലയാള സാഹിത്യം. പലതും എന്താണ് എഴുതപ്പെടാത്ത പാട്ടുകൾ പോലും ഉണ്ട് അല്ലെ. അപ്പൊ
സിനിമാ ഗാനങ്ങളിലൂടെയും ആൽബങ്ങളിലൂടെ നാടക ഗാനങ്ങളിലൂടെ ഒക്കെ എന്താണ് ഈ പാട്ട് എന്ന് പറയുന്നത് പുതിയ രൂപങ്ങളിലും ആളുകൾ എന്ത് ഇപ്പോൾ റാപ്പുകൾ അല്ലേ, ഇപ്പോൾ വേടൻ്റെ ഒക്കെ പാട്ടുകൾ നിങ്ങൾക്കറിയാലോ, നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാട്ട് എന്ന് പറയുന്നത് എല്ലാ കാലത്തും എന്താണ് വളരെ ഇപ്പോൾ കവിതയൊന്നുമല്ല നമ്മൾ ആസ്വദിക്കുന്നത്, പാട്ടുകളാണ് പുതിയ കാലത്ത് കുട്ടികൾ ഏറ്റവും കൂടുതൽ അല്ലേ, ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ജനറേഷനിലുള്ള ആളുകൾ. അപ്പോൾ പാട്ട് പാരമ്പര്യത്തിൻ്റെ നാടോടി തനിമ പ്രതിഫലിക്കുന്ന ഒരു ഗാനമാണ് ഏതെന്ന് പറയുന്നത് നമ്മളുടെ ഖൽബിലെ നിലാവ് എന്ന് പറയുന്ന ഗാനം. അപ്പം മലയാള ഗാനശാഖയെ സമ്പന്നമാക്കിയതിൽ കേരളത്തിൽ എന്താ പറയുക വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് അല്ലേ. വ്യത്യസ്തമായ സമൂഹങ്ങൾ തമ്മിലുള്ള ഭാഷാപരവും സാമൂഹികവുമായിട്ടുള്ള പരസ്പര സമ്പർക്കങ്ങളിൽ നിന്നാണ് അറബി മലയാളം പോലെയുള്ള സങ്കര ഭാഷകൾ, ഇപ്പോൾ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അറബികൾ അല്ലേ കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ അറബിയും മലയാളവും ചേർന്നിട്ടുള്ള പാട്ടുകൾ അങ്ങനെയാണ് മാപ്പിളപ്പാട്ടുകൾ ഉണ്ടാവുന്നത്, അറബി ഭാഷ അല്ലെ അറബി മലയാളം എന്ന് പറയുന്ന ഭാഷ ഉണ്ടാവുന്നത്. കപ്പപ്പാട്ട്, മാലപ്പാട്ട്, കെസ് പാട്ട്, പടപ്പാട്ട് എന്നിങ്ങനെ മാപ്പിളപ്പാട്ടിന്റെ സുന്ദര വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് അറബി മലയാള ഗാനശാഖ എന്ന് പറയുന്നത്. ഇത്ര മനോഹരമായിട്ടുള്ള പാട്ടുകളുണ്ട് അല്ലെ. ഇങ്ങനെ മാപ്പിളപ്പാട്ടിന്റെ ശൈലിയിൽ ഒരുക്കിയ ഗാനമാണ് ഇത് നമ്മുടെ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ അല്ലെ. അപ്പൊ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്ന കാമുകിയെ അല്ലേ കാത്തുക്കാണ് ആര് നായകൻ അല്ലെ. എന്നും വരും വഴി വക്കിൽ എന്നൊക്കെ പറഞ്ഞുള്ള ഗാന ആൽബം സോങ്സ് ഒക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ അതേപോലെ ആ കാമുകിയെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ കാത്തുനിന്ന് കാലൊക്കെ തരിച്ചു പോകുന്നുണ്ട് മൂപ്പർ ഇങ്ങനെ കാത്തുക എത്രയോ സമയം അല്ലേ. അപ്പൊ ഒന്ന് കണ്ടാൽ മതി അല്ലെ. അങ്ങനെ കാമുകിനെ കണ്ട് ആ കാമുകി ഒന്ന് നോക്കുന്ന സമയത്തുള്ള നോട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. കൽബുകളിൽ കല്ലെറിഞ്ഞ പോലെ അല്ലെ എന്താ പറയുക, നമ്മൾ ലഡ്ഡു പൊട്ടി എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ അതേപോലെ എന്താണ് ആ കൽബിൽ കല്ലെറിഞ്ഞ പോലെയുള്ള അനുഭവത്തെ കുറിച്ചൊക്കെ കവിതയിൽ ഇപ്പൊ ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള നാടൻ ഭാഷാ പദങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ രസമുള്ളൊരു ഗാനമാണ് നമ്മളുടെ ഏത് ഗാനം ഖൽബിലെ നിലാവ് എന്ന് പറയുന്ന നമ്മളുടെ പാട്ട് അല്ലെ, ഈ ഒരു നാടക ഗാനം. അപ്പോൾ നായികയെ വർണ്ണിക്കുന്ന സ്വഭാവമാണ് നമ്മളുടെ ഈ പാട്ടിൽ നമ്മൾ കാണുന്നത്. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്ന നായിക പൂക്കളുടെ റാണിയാണ് എന്നാണ് എന്ത് ചെയ്യുന്നത് നായികയെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ മനോഹരമായിട്ടുള്ള പദങ്ങൾ, പ്രയോഗങ്ങൾ, കാൽപ്പനികമായിട്ടുള്ള അന്തരീക്ഷമൊക്കെ എന്ത് ചെയ്യുന്നു ഈ കവിതയിൽ ഒരുക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാങ്മയ ചിത്രങ്ങൾ. വാങ്മയ ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, അപ്പൊ അതൊരു വാങ്മയ ചിത്രമാണ്. അതായത് താമരപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന പൂങ്കാവനത്തിൽ താമസിക്കുന്നവളാണ് ആര് നമ്മുടെ നായിക അല്ലെ. അപ്പോൾ വാക്കുകൾ കൊണ്ട് കവി നിർമ്മിക്കുന്ന ചിത്രത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് വാങ്മയ ചിത്രം എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ വളരെ മനോഹരമായ രീതിയിൽ എന്ത് ചെയ്തിരിക്കുകയാണ് ആ ഒരു വാങ്മയ ചിത്രത്തെ ഇവിടെ അവതരിപ്പിക്കുകയാണ് അല്ലെ. പിന്നെയോ ഒരു വേള അവളെ പഞ്ചവർണ്ണ പൈങ്കിളിയേക്കാൾ മനോഹരിയാണെന്ന് പറയുന്നുണ്ട്. അത്ര പഞ്ചവർണ്ണ പൈങ്കിളി വളരെ മനോഹരമായിട്ടുള്ള ഭംഗിയുള്ളൊരു പക്ഷിയാണ് അല്ലേ. അപ്പോൾ ആ പക്ഷിയേക്കാൾ മനോഹരിയാണ് ആര് നായിക. പിന്നെ അമ്പിളിമാമന് വരെ വന്നിട്ട് അല്ലേ കണ്ട് അമ്പിളിമാമ്പര വമ്പനായി ഒക്കെ വരികയാണെങ്കിൽ ഇവളെ സൗന്ദര്യം കണ്ടിട്ട് അമ്പരന്ന് പോയി എന്നാണ് പറയുന്നത്. അമ്പിളിമാമൻ പോലും തോച്ചു പോവാണ് അവളുടെ സൗന്ദര്യത്തിന് മുന്നിൽ കേട്ടോ. അപ്പം അങ്ങനെ പ്രണയത്തിന്റെ അനുകൂലമായ ധാരാളം വിവരണങ്ങൾ നമ്മൾ പാട്ടിൽ കാണുന്നു അല്ലെ. അതാണ് പൂനിലാവിന്റെ പൂവിതറല്, പൂക്കളുടെ റാണി എന്നൊക്കെ പറയുന്ന ഉപമകൾ അതിനെ സൂചിപ്പിക്കുന്നതാണ്. തന്റെ കൺമണിയെ കാണുവാനായി കാത്തിരുന്ന് എന്താണ് കാല് ധരിക്കുന്നു, കണ്ണുകൾ കൊതിക്കുന്നു. അപ്പോഴൊക്കെ മനസ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്ന ആരിലേക്ക് മാത്രമാണ് കാലൊന്നും ധരിച്ചാലൊന്നും കുഴപ്പമിരിക്കുന്നു കാണും അല്ലെ. അങ്ങനെ ആകാംക്ഷയോട് കൂടെ എന്ത് ചെയ്യാണ് കാത്തിരിക്കുകയാണ് നായി അല്ലെ. അങ്ങനെ അവളാകട്ടെ എന്ത് ചെയ്യുന്നു കൽബിലേക്ക്, ഹൃദയത്തിലേക്ക് പ്രണയത്തിന്റെ കല്ല് അല്ലെ നോട്ടം കൊണ്ട് എന്ത് കാക്കനോട്ടം നോക്കി എൻ്റെ കരള് കൊത്തിയ പെണ്ണെ പാട്ട് കേട്ടിട്ട്. അപ്പോൾ എപ്പോഴും എല്ലാ കാലത്തും നായികമാരുടെ നോട്ടത്തെ അല്ലെ കാമുകന്മാർ എല്ലാ കാലത്തും എന്ത് ചെയ്തിട്ടുണ്ട് വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നോട്ടം എന്താണ് കൽബിൽ കല്ലെറിയുന്ന പോലെയാണെന്ന് പറയാണ് കേട്ടോ. അമ്പിളിമാമനെ പോലും അമ്പരപ്പിക്കുന്ന സൗന്ദര്യകാന്തി അല്ലെ ചിതറുന്നവളാണ് ആര് നമ്മുടെ നായിക എന്ന് പറയുന്നത്. ഇങ്ങനെ അനേകം വർണ്ണനകളിലൂടെ അതിശയോക്തിയിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു കവിതയല്ലേ കവിതയിലെ ഈ ഒരു പാട്ടിന് എന്ത് ചെയ്തിരിക്കുന്നത് മനോഹരമായ രീതിയിൽ എഴുത്തുകാരൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രേക്ഷകരുടെ പ്രിയം പിടിച്ചെടുക്കുന്നതിലൊരു ഉപാധി അല്ലെ നാടകത്തെ സ്വന്തം കയ്യിൽ എന്താണ് ഭദ്രമാക്കി ഈ ഗാനത്തിലൂടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണെന്നും എന്ത് ചെയ്യാം നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇത് സ്റ്റേജിൽ പെർഫോം ചെയ്തതാണ് നാടകത്തിലുള്ള അല്ലെ ഇത് ഭൂമിയാണെന്ന് പറയുന്ന നാടകത്തിലുള്ള ഗാനമാണ് ഇത് ഈ ഒരു പാട്ട്. അപ്പോൾ ആ ഒരു നാടകം വേദിയിൽ അവതരിപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ് അത്രയും ആളുകൾ അല്ലെ അവരുടെ ഭാവാഭിനയവും അല്ലെ ഈ പദങ്ങളും ഈ പാട്ടുകളും ഇതൊക്കെ ആളുകൾക്ക് പിന്നെ എന്താണ് നമ്മൾ കവിതയൊക്കെ ആകുമ്പോൾ ചില പദങ്ങളും നമുക്ക് കിട്ടൂല. ഈ പാട്ടുകളാകുമ്പോൾ എന്താണ് നമുക്ക് ആ ഈണത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നു പെട്ടെന്ന് അല്ലെ ഈ പാട്ട് ഈ സിനിമയിലാണോ അല്ലെങ്കിൽ ഇത് നാടകത്തിലാണോ ഒന്നും അറിയില്ലെങ്കിൽ നമ്മളുടെയൊക്കെ ഒരിക്കലെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ പാട്ട് ഇതിനു മുമ്പ് അല്ലെ. അതേപോലെ ഒരു പാട്ട് ഏതാണ് കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലുക്കിയ സുന്ദരി പാട്ട് കേട്ടിട്ടില്ലേ നിങ്ങൾ. ഇതൊക്കെ ഏതൊക്കെയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട അല്ലെ. അപ്പൊ ഇതേപോലെ എന്താണ്
കേരളത്തിലെ ഗ്രാമീണ അന്തരീക്ഷത്തെ സാമൂഹ്യ ജീവിതത്തെ ഒക്കെ കാണിക്കുന്ന ഒരു പാട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം പാട്ടുകൾ കാലത്തെ അതിജീവിച്ചെന്നും നിലനിൽക്കുന്നുണ്ട്. അത്ര മനോഹരമായിട്ടുള്ള ലളിതമായിട്ടുള്ള പദങ്ങളും പ്രയോഗങ്ങളും ഒക്കെയാണ് ആ പാട്ടുകളുടെ ഒരു സത്ത, അല്ലെ അവരുടെ ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാട്ട് നമ്മളുടെ അല്ലെ നായികയുടെയും നായകന്റെയും സ്നേഹത്തിന്റെ ആന്തരിക തലങ്ങളാണ് ഈ പാട്ടിൽ കാണുന്നത്. ഇത് ഭൂമിയാണ് എന്ന് പറയുന്ന KT മുഹമ്മദിന്റെ നാടകത്തിലുള്ള ഗാനമാണിത് കേട്ടോ. അപ്പോൾ ഇതൊരു നാടക ഗാനമായിട്ടാണ് നമ്മൾ ഇതിനെ പഠിക്കുന്നത്. ഈ നാടകത്തിലുള്ള പാട്ടിനെ പിന്നീട് 2012 ബാല്യകാല സഖി എന്ന് പറയുന്ന പ്രമോദ് പയ്യന്നൂരിന്റെ സിനിമയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മമ്മൂട്ടി അഭിനയിച്ച സിനിമയിൽ ഈ പാട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് വന്നിട്ടുള്ളത് എവിടെയാണ്? KT മുഹമ്മദ് എഴുതിയ നാടകത്തിൽ അദ്ദേഹം തന്നെ രചിച്ചിട്ടുള്ള പാട്ടാണ്. ഈ പാട്ടിന് പിന്നീട് കടം കൊണ്ടതാണ് കേട്ടോ, ആ സിനിമയിലേക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്, ഗാനമാണ്. ഏത് ഗാനം? കൽബിലെ നിലാവ് എന്ന് പറയുന്ന ഗാനം. കുറേ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരികളൊക്കെ വിശദീകരിച്ച് നമുക്ക് മാരത്തോൺ ലൈവിൽ ടീച്ചർ എടുക്കും കേട്ടോ. അപ്പോൾ ലൈവിൽ ആരും മിസ് ചെയ്യരുത്. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, നമ്മളുടെ ഈ ഒരു വീഡിയോ മക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ അല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഏതൊക്കെ ചോദ്യങ്ങളായിരിക്കും വരിക എന്നൊക്കെ ഉള്ളത് നമുക്ക് ലൈവുകളിൽ എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സൂപ്പറായിട്ടിരിക്കുക, സമയം കളയരുത്, പഠിച്ചു തുടങ്ങാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.